ഹായ് വെൽക്കം ടു എ പുതിയ സൺകിസ്ഡ്. ഇന്ന് താഴത്തേക്ക് ഇറങ്ങി ചെന്നപ്പോ തന്നെ ഉഷാറിലുള്ളൂ. കാരണം ദീദിയും കുട്ടികളൊക്കെ പാടെ പോയില്ലേ. പക്ഷെ തല പിടിച്ചപ്പോ നല്ല സുഖം തന്നെ. ഈ പരിയിൽ എവിടെ പോയാലും തല തട്ടും. അതാണ് എന്റെ ആകെയുള്ള പ്രശ്നം. ഇന്ന് അടുക്കളയ്ക്ക് ഇറങ്ങി ചെന്നപ്പോ ഗ്യാസ് പോലും ഓൺ ആക്കിയില്ല. കാരണം ഉമ്മാക്ക് പോലും ഉഷാറില്ല ദീദിനും ഇല്ലാത്തോണ്ട് ഫുഡ് ഉണ്ടാക്കാൻ. ഞാനിപ്പോ എന്ത് ചെയ്യും, എന്ത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആലോചിച്ചിട്ട് പേരനെ സൺഷെയ്ഡ് അങ്ങ് തൂങ്ങി നിന്ന്. ലോറ് സ്കെച്ച് മറന്നു. അപ്പൊ ലോറാണ് സ്കെച്ച് അതാണ് കഴിച്ചു. ഏതായാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ കുറച്ച് വത്തൊക്കെ വെട്ടിക്കാൻ ജ്യൂസ് അടിച്ചെന്ന് വിചാരിച്ചു. ഞാൻ പ്രൊഫഷണൽ ജ്യൂസ് മേക്കറാണ്. ഈ മഞ്ഞ വത്തൊക്കെ എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി വെട്ടി സെറ്റ് ആക്കി വെച്ചു. ഇമ്മ ഗ്യാപ്പിൽ ഇന്നത്തെ ചട്ടിപ്പത്തിനും കട്ട്ലേറ്റ് ഒക്കെ ചൂടാക്കുന്നുണ്ട്. പിന്നെ ഇന്നൊക്കെ വേണ്ടി ഉരുളക്കിഴങ്ങും പൊരിച്ചിട്ടുണ്ട്. ഇന്ന് ഫുൾ ഇന്നലത്തെ ഫുഡുകൾ ചൂടാക്കി തിന്നൽ നോമ്പ് തന്നെയാണ്. കണ്ടോ, പൊറാട്ടയും ബിരിയാണി ഒക്കെ പാടെ ചൂടായി കണ്ടാണ് നമ്മൾ തിന്നുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ന് നോമ്പറക്കം ഫുൾ ചൂടാക്കിയ ഐറ്റംസ് ആണ്. ഫ്രൂട്ട്സും ജ്യൂസും ഒഴിച്ച് ഈത്തപ്പഴം നിന്ന് നോമ്പാണ് പറഞ്ഞ ഒരു മഞ്ഞവത്തക്ക് നിന്ന് പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ജ്യൂസ് ഇങ്ങനെ ഗ്ലാസ് വെച്ച് ഗുഡുഗുഡു കുടിച്ച് ഏതാ സെറ്റ് ജ്യൂസ്. പേരന്റ് ഉള്ള ദീദിയും കുട്ടികളില്ലാത്തതുകൊണ്ട് വലിയ വൈബ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെങ്ങൈമാരും കൂട്ടി നേരെ മഞ്ചേരിക്കാണ് വിട്ട്. മഞ്ചേരി ചെന്ന പാടത്ത് നമ്മൾ നല്ല ബട്ടർ നാനും ചിക്കൻ കബാബും നല്ല ബീഫ് കീമിയും തിന്നു. കിടിലൻ സാധനം. ഞങ്ങൾ മൂന്നോളം കൂടെ തിന്നിട്ട് വെറും 300 രൂപ ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഡെസേർട്ടിന് വേണ്ടി ബ്രെഡിന്റെ എന്തോ ഒരു സാധനം തിന്നു. പിന്നെ ക്യാരറ്റ് തിന്നു. ഇതൊന്നും പോരാണ്ട് പള്ളി കുറച്ചുകൂടി സ്ഥലം ബാക്കിയുണ്ട്. അപ്പൊ സ്ഥലം ബാക്കിയുള്ള നേരെ സ്ഥലം കാട്ടിയും തിന്നു. സോ ദാറ്റ്സ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, ഫോളോ ചെയ്യുക.